Hello students, good morning. In the last class we have discussed what are the difference between money market and capital market. Then today we are going to discuss what are the different capital market instruments. Some of the capital market instruments will be discussed here. The first capital market instrument is common stock or equity share. Then second one is preference share. Then third one is debentures. Then fourth one is bonds. ഓക്കെ, ഇതിൽ ആദ്യത്തെ രണ്ട് ടൈപ്പ് കോമൺ സ്റ്റോക്ക്, പ്രിഫറൻസ് ഷെയർ രണ്ടും ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡിബഞ്ചേഴ്സും ബോണ്ടും വി ക്യാൻ ഡിസ്കസ് ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ലെറ്റ്സ് ഗോ ദ ഫസ്റ്റ് കോമൺ സ്റ്റോക്ക് ഓർ ഇക്വിറ്റി ഷെയർ. എന്താണ് കോമൺ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്? നമ്മൾ പറയാറുണ്ട് ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ക്യാപിറ്റലിനെയാണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്, അല്ലേ? ഷെയർ ഹോൾഡേഴ്സ് ക്യാപിറ്റലിനെയാണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. അവിടെ ഓണേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് മണി, ഓക്കെ, അതിനാണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. ആ ഇക്വിറ്റി ഷെയറിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അത് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഇൻവെസ്റ്റ് ചെയ്ത ആളായിരിക്കും ഓണർ. അയാളുടെ ഓണർഷിപ്പിലായിരിക്കും കമ്പനി ഉണ്ടാവുന്നത്. കമ്പനിക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ഒരു ഓണേഴ്സിൻ്റെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഓക്കെ, റെഗുലറായിട്ടൊരു ഇൻകം ഒന്നും ആർക്കുണ്ടാവില്ല, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാവില്ല, മറിച്ച് പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ അവർക്കുള്ളതായിരിക്കും. ഓക്കെ, ഓണർഷിപ്പ്, കമ്പനി ഓണർഷിപ്പ് അവർക്കുണ്ടാവും. അപ്പം ഏതൊക്കെയാണ് കോമൺ സ്റ്റോക്ക് ഓർ ഇക്വിറ്റി ഷെയർ എന്നുള്ള അതിന് കുറച്ച് ടൈപ്സ് ഉണ്ട്. ആദ്യത്തെ ടൈപ്പായിട്ട് പറയുന്നത് സ്വീറ്റ് ഇക്വിറ്റി ഷെയർസ്. സ്വീറ്റ് ഇക്വിറ്റി ഷെയർസ് നിങ്ങൾ മുമ്പേ പരിചയപ്പെട്ട ഒരു വേർഡാണ്. എന്താണ് സ്വീറ്റ് ഇക്വിറ്റി ഷെയർ? ദ കമ്പനീസ് ആക്ട് ഡിഫൈൻസ് സ്വീറ്റ് ഇക്വിറ്റി ഷെയർസ് ആർ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി ടു എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ് അറ്റ് എ ഡിസ്കൗണ്ട് ഓർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ഫോർ പ്രൊവൈഡിങ് know-how or making available rights in the nature of intellectual property rights or value. ഓക്കെ, അവിടെ അഥവാ ഇവിടെ ഒരു കമ്പനിയിലെ എംപ്ലോയീസിന്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്, അവർക്കൊക്കെ കൊടുക്കുന്ന ഇക്വിറ്റി ഷെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്വീറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. ഇത് കമ്പനീസ് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ കമ്പനീസ് ആക്റ്റിൽ അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ടൈപ്പായിട്ട് പറയുന്നത് റൈറ്റ് ഷെയർ ആണ്. റൈറ്റ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഇപ്പോൾ പുതിയതായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനി പുതിയതായിട്ട് എന്ത് ചെയ്യും? പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യും, അല്ലേ? അങ്ങനെ പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പുതിയ ഷെയർസ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ആ ഷെയറിൻ്റെ മേലെ ഒരു റൈറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പം ആ പുതിയ ഷെയറിൻ്റെ ഒരു പോർഷൻ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ അവർക്ക് വാങ്ങാം. ഇതിനാണ് റൈറ്റ് ഷെയർസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ബോണസ് ഷെയർസ് ആണ്. ബോണസ് ഷെയർസ് എന്ന് പറയുന്നത് ഇവിടെ റിസർവ് ക്യാപിറ്റലാക്കി മാറ്റുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാണ് എന്താണ് റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റിനെ നമ്മൾ രണ്ടായിട്ട് ഭാഗിക്കും. ഒന്ന് റിസർവ് ആക്കി വെക്കും, ബാക്കി ഡിവിഡൻ്റ് ആക്കി കൊടുക്കും. റിസർവ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫ്യൂച്ചറിൽ എന്തെങ്കിലും കണ്ടിൻജൻസീസ് വന്നു കഴിഞ്ഞാൽ അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസർവ് ആക്കി മാറ്റി വെക്കുന്നത്. അങ്ങനെ ഒരു 10-15 വർഷം കഴിഞ്ഞ് കണ്ടിൻജൻസീസ് ഒന്നും വന്നില്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെ റിസർവ് ക്യാപിറ്റൽ വലിയൊരു എമൗണ്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും, അല്ലേ? ഒരു ഡെഡ് ക്യാപിറ്റലായിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതെന്താക്കി മാറ്റും? ഒന്നെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും, അതല്ലെങ്കിൽ അത് ക്യാപിറ്റലാക്കിയിട്ട് മാറ്റും. അങ്ങനെ ക്യാപിറ്റലാക്കിയിട്ട് മാറ്റുന്നുണ്ടെങ്കിൽ ഓരോ ഷെയർ ഹോൾഡേഴ്സിനും അവരുടെ ഷെയറിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ച് എന്ത് കിട്ടും? ഫ്രീ ആയിട്ട് ഷെയർ കിട്ടും. ഇപ്പം അവിടെ ബോണസ് ഷെയർ കൊടുക്കുന്ന സമയത്ത് പറയും 5 ഷെയറിന് ഒരു ഷെയർ, അങ്ങനെ പറയുകയാണെങ്കിൽ ഓരോ 5 ഷെയറിനും ഒരു ഷെയർ വീതം കിട്ടും. എങ്ങനെയാണോ കമ്പനി ഡിസൈഡ് ചെയ്യുന്നത് അതുപോലെ ഇപ്പം ഏത് പ്രപ്പോർഷൻ അനുസരിച്ചാണോ കമ്പനി ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പ്രപ്പോർഷൻ അനുസരിച്ച് ഷെയർ ഹോൾഡേഴ്സിന് പുതിയ ഷെയർ കിട്ടും. ഇതിനാണ് ബോണസ് ഷെയർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് പറയുന്നത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ രണ്ടാമത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ട് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ആണ്. പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ക്യാപിറ്റലിനാണ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ദേ ആർ ഓൾസോ എ ഷെയർ ഹോൾഡർ ബട്ട് ദേ ഹാവ് എ പ്രിഫറൻഷ്യൽ റൈറ്റ്. ഓക്കെ, അവർക്ക് ഡിവിഡൻ്റ് ആയിരിക്കും, പക്ഷേ പ്രിഫറൻസ് ഡിവിഡൻ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അഥവാ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് അവർക്ക് എന്തുണ്ടാവും? പ്രോഫിറ്റ്, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഏർണിങ്സ് എപ്പോഴും ഉണ്ടാവും. ദേ ആർ നോട്ട് എൻ ഒറിജിനൽ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. അവരെന്തല്ല യഥാർത്ഥ ഓണേഴ്സ് അല്ല, എന്നിരുന്നാൽ പോലും ദേ ഹാവ് എ റൈറ്റ് ഓൺ ദ ക്യാപിറ്റൽ. ഓക്കെ, ഇവിടെയും കുറച്ച് പ്രിഫറൻസ് ഷെയറിൻ്റെ ടൈപ്സുകൾ പറയുന്നുണ്ട്. ആദ്യത്തെ ടൈപ്പായിട്ട് പറയുന്നത് കുമുലേറ്റീവ് ഓർ നോൺ കുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ആണ്.
എന്താണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ, എന്താണ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ നമുക്ക് നോക്കാം. എ നോൺ ക്യുമുലേറ്റീവ് ഓർ സിമ്പിൾ പ്രിഫറൻസ് ഷെയർ ഗീവ് റൈറ്റ് ഓഫ് ഫിക്സഡ് പെർസെൻറ്റേജ് ഡിവിഡൻഡ് ഓഫ് പ്രോഫിറ്റ് ഓഫ് ഈച്ച് ഇയർ. ഇവിടെ നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് എല്ലാ വർഷവും ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഡിവിഡൻറ്റ്, പ്രോഫിറ്റിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഡിവിഡൻറ്റ് എല്ലാ വർഷവും ഇവർക്കുള്ളതായിരിക്കും. ഓക്കെ, ഒരു പ്രോഫിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്തായാലും അവർക്ക് കൊടുത്തിരിക്കണം. ദെൻ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹൗവർ ഗിവ് ദ റൈറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ടു ഡിമാൻഡ് ദ അൺപെയ്ഡ് ഡിവിഡൻസ് ഇൻ എനി ഇയർ ഡ്യൂറിങ് ദ സബ്സീക്വൻറ്റ് ഇയർ. ഇതാണ് മെയിൻ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ അവർക്കുള്ളതാണ്. പക്ഷേ ആ വർഷം, ഒരു വർഷം ഇപ്പോൾ പ്രോഫിറ്റ് ഇല്ല, അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ വർഷം എന്ത് കിട്ടില്ല, ഡിവിഡൻഡ് കിട്ടില്ല. എന്നിരുന്നാൽ പോലും എപ്പോഴാണോ പ്രോഫിറ്റ് ഉണ്ടാവുന്നത് ആ സമയം കിട്ടാതിരുന്ന വർഷങ്ങളിലെ പ്രോഫിറ്റ് അടക്കം അവർക്ക് കൊടുക്കണം. ഇതിനാണ് ക്യുമുലേറ്റീവ് എന്ന് പറയുന്നത്. ഒന്ന് എക്സാമ്പിളായിട്ട്, ഇപ്പം എ ഒരു കമ്പനിയുടെ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഹോൾഡറാണ്. ഈ വർഷം ഒരു സൈൻ ചെയ്തു, എല്ലാ വർഷവും പ്രോഫിറ്റിൻ്റെ 10% എന്ത് വേണം, അവർക്ക് ഡിവിഡൻഡ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വർഷം പ്രോഫിറ്റ് ഒന്നും ഇല്ലെങ്കിൽ അടുത്ത വർഷം ഈ വർഷം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഈ വർഷത്തോട് കൂട്ടി അടുത്ത വർഷം വരെ എന്ത് ചെയ്യണം, ക്യാഷ് കൊടുക്കണം. ഓക്കെ, ദെൻ നോൺ ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പം അവിടെ അങ്ങനത്തെ ഒന്നുമില്ല. ഈ വർഷം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കൊടുക്കുക, പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ഓക്കെ, അടുത്ത വർഷം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അടുത്ത വർഷത്തേൻ്റെ കൊടുത്താൽ മതി, ഈ വർഷത്തെ കൂട്ടി കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, ക്യുമുലേറ്റീവ് അല്ല. ഓക്കെ, ദെൻ സെക്കൻഡ് ടൈപ്പ് ആയിട്ട് പറയുന്നത് റെഡീമബിൾ ആൻഡ് നോൺ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ്. ഇവിടെ പറയുന്നത് റെഡീമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈഡ് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എപ്പോൾ വേണമെങ്കിൽ ആ പ്രിഫറൻസ് ഷെയർ തിരിച്ചെടുക്കാം. ഓക്കെ, ഇപ്പം 10 വർഷത്തേക്ക് ഒരു പ്രിഫറൻസ് ഷെയർ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ കൊടുക്കുന്നുണ്ടെങ്കിൽ 10 വർഷം കഴിഞ്ഞാൽ ആ പ്രിഫറൻസ് ഷെയർ തിരിച്ചെടുക്കാം. നോൺ റെഡീമബിൾ എന്ന് പറഞ്ഞാൽ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന എന്നാണോ അന്ന് മാത്രമേ ക്യാഷ്, ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട്, ക്യാപിറ്റൽ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ, റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ നോൺ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്പനീസ് നോൺ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാറില്ല, ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാറില്ല. റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് മാത്രമേ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ്, പാർട്ടിസിപ്പേറ്റിംഗ് ഓർ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ. പാർട്ടിസിപ്പേറ്റിംഗ് ഓർ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്, പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ആർ എൻറ്റൈറ്റിൽഡ് ടു എ പ്രിഫറൻഷ്യൽ ഡിവിഡൻഡ് അറ്റ് എ ഫിക്സഡ് റേറ്റ് വിത്ത് എ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഫർദർ ഇൻ ദ പ്രോഫിറ്റ്സ് എയ്തർ അലോങ് വിത്ത് ഓർ അതർ പേയ്മെൻറ്റ്സ് ഓഫ് സെർട്ടൈൻ ടൈം. അവിടെ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റിലും ഒരു പാർട്ടിസിപ്പേഷൻ അവർക്കുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ഇപ്പോൾ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ കൂടെ പ്രോഫിറ്റിൻ്റെ ഒരു പാർട്ടിസിപ്പേഷനും ഇവർക്ക് ഉണ്ടാവും. അങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ. നോൺ പാർട്ടിസിപ്പേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഫിക്സ്ഡ് എമൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ദേ വിൽ നോട്ട് ഹാവ് എനി റൈറ്റ് ഓൺ ദ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. ഓക്കെ, ദെൻ ഫോർത്ത് പോയിന്റ്, കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ. കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫൈഡ് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രിഫറൻസ് ഷെയർ നമുക്ക് എന്താക്കി മാറ്റാം, ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ഒരു പ്രൊവിഷനുള്ള പ്രിഫറൻസ് ഷെയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. അപ്പം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ഓണേഴ്സ് അല്ല. അതുകൊണ്ട് തന്നെ കമ്പനിക്ക് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ കൊടുക്കുന്നതോടുകൂടെ ഇപ്പം ഒരു 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ഒരു കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പുതിയ ഓണർ അല്ലെങ്കിൽ പുതിയ പ്രിഫറൻസ് ഷെയർ ഹോൾഡറെ കുറിച്ച് മാനേജ്മെൻറ്റിന് പഠിക്കാൻ പറ്റും. അപ്പോൾ അയാളൊരു പ്രശ്നക്കാരനാണെങ്കിൽ 4ാമത്തെ വർഷം തന്നെ ഈ ക്യാപിറ്റൽ തിരിച്ചു കൊടുത്ത ആൾ പിരിച്ചുവിടാം. നേരെ മറിച്ച് ആൾ പ്രശ്നങ്ങളൊന്നുമില്ല, കമ്പനിക്ക് ഒരു അസറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡറാക്കി അല്ലെങ്കിൽ ആ ഒരു പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയർ ആക്കി മാറ്റിയാൽ ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു പ്രിഫറൻസ് ഷെയർ ഹോൾഡറെ നമുക്ക് ഷെയർ ഹോൾഡറാക്കി കിട്ടുകയാണ്. അത് കമ്പനിക്ക് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറും. ഓക്കെ, അഥവാ കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത് ഒരു സ്പെസിഫൈഡ് പീരീഡ് കഴിഞ്ഞാൽ പിന്നെ പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റി ഷെയറാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ അടുത്ത വീഡിയോയിൽ ക്യാപിറ്റൽ മാർക്കറ്റിലെ ബാക്കിയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, ഡിബഞ്ചേഴ്സും ബോണ്ട്സും അതുപോലെ തന്നെ ഡിബഞ്ചേഴ്സിൻ്റെ ടൈപ്സ്, ബോണ്ട്സിൻ്റെ ടൈപ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഡിബഞ്ചറും ബോണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്നൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ടോ ഗ്രൂപ്പിലോ ചോദിക്കാം. ഓക്കെ, വി ക്യാൻ സേ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.